മാധ്യമപ്രവർത്തകർ വിളിച്ചിടത്തേ പോകാവൂ എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഉപദേശം. വിളിക്കാതെ ചെന്നിടത്ത് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടാകാമെന്നാണ് പിണറായി വിജയന്റെ ന്യായീകരണം. നിങ്ങൾ എവിടെയും വിളിച്ചെടുത്തേ പോകാൻ പാടുള്ളൂ, വിളിക്കാത്ത സ്ഥലത്ത് പോകാൻ പാടില്ല കേട്ടോ. വിളിക്കാത്ത സ്ഥലത്തല്ല പോയി ഇരിക്കേണ്ടത്. അങ്ങനെ നിങ്ങളിരുന്നാൽ അവിടെ വന്നിട്ട് അല്ല നിങ്ങളൊന്ന് ദയവായി പുറത്തേക്ക് പോകുമെന്ന് ചോദിക്കുന്നതിന് പകരം നിങ്ങൾ പുറത്ത് കടക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടാവും. അത്രയേ ഉള്ളൂ. ക്ഷണം സ്വീകരിച്ചു പോവുകയും ഒരുപക്ഷെ ഊണ് തരപ്പെട്ടാൽ അതിന്റെ കൂറ് കാണിക്കുകയും ചെയ്യുന്നതിനെ മാധ്യമപ്രവർത്തനം എന്ന് വിളിക്കാനാവില്ല. മുഖ്യമന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്ന ജോലിയും മാധ്യമപ്രവർത്തനവും ഒന്നാണെന്ന് തെറ്റിദ്ധരിക്കരുത്. അങ്ങനെ ആയിരുന്നെങ്കിൽ കാട്ടാന ആക്രമണത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം റിപ്പോർട്ട് ചെയ്യാൻ പോയ ഞങ്ങളുടെ ക്യാമറാമാൻ AV മുകേഷിനെ മാതൃഭൂമി കുടുംബത്തിന് നഷ്ടമാകില്ലായിരുന്നു. കോവിഡ് മഹാമാരിക്കാലത്ത് ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന മാധ്യമപ്രവർത്തകൻ വിപിൻ ചന്ദിനെ ഞങ്ങൾക്ക് നഷ്ടമാകില്ലായിരുന്നു. ലോകത്തെങ്ങും എണ്ണമറ്റ മാധ്യമപ്രവർത്തകർക്ക് ജീവൻ ബലി നൽകേണ്ടി വന്നത് ക്ഷണം സ്വീകരിച്ചുള്ള മാധ്യമപ്രവർത്തനത്തിന് പോയപ്പോഴായിരുന്നില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ നമ്മൾ തല ഉയർത്തി നിൽക്കുന്നത് കുറവുകളും പരിമിതികളും ഉണ്ടെങ്കിലും ഇവിടെ കടുത്ത വെല്ലുവിളികളെയും മറികടന്നുള്ള മാധ്യമപ്രവർത്തനം നടക്കുന്നു എന്നതുകൊണ്ട് കൂടിയാണ്. ആ സാഹചര്യത്തിലാണ് വിളിച്ചിടത്തേക്കേ പോകാവൂ എന്ന് രാജ്യത്തെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് കൽപ്പിക്കുന്നത്. ഞങ്ങൾ ഉറക്കെ പറയും, ഇൻവൈറ്റഡ് ജേർണലിസ്റ്റിന് ഞങ്ങൾക്ക് മനസ്സില്ലെന്ന്. മാധ്യമങ്ങളാൽ ആക്രമിക്കപ്പെട്ടതോ മാധ്യമ പരിലാളന കിട്ടാത്തതോ അല്ല ഒരു മുഖ്യമന്ത്രിയുടെ മാധ്യമ സമീപനം നിശ്ചയിക്കേണ്ടത്. അത് ഭരണഘടനയിൽ ഊന്നിയാവണം. ജനാധിപത്യ അവകാശങ്ങളെക്കുറിച്ചും പൗരാവകാശത്തെക്കുറിച്ചും അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമുള്ള ബോധ്യത്തിൽ നിന്നാവണം. അറിയാനും അറിയിക്കാനുമുള്ള അവകാശത്തിൽ ഊന്നിയാവണം. മാധ്യമങ്ങൾ ഇനിയും വരും, ക്ഷണിക്കാതെ തന്നെ, പുറത്താക്കിയാലും പുറത്തടിച്ചാലും.